ജനാർദ്ദനക്കുറിപ്പാണ്. പ്രാണാപാനത്തെ പറ്റി തന്നെയാണ് പറയാൻ പോകുന്നത്. നേരത്തെ ശീതളി പ്രാണായാമം കൊണ്ട് ശ്വാസം എടുത്ത് നാഭിയിൽ അവരോധിക്കാൻ പറഞ്ഞു. ഇങ്ങനെ നാവ് ചുരുട്ടി നീട്ടിപ്പിടിച്ച് അതിലെ ശ്വാസം വലിക്കണം. അമൃതാണ് എന്നുള്ള ഭാവനയിൽ നാഭിയിൽ കുംഭകം ചെയ്ത് നാഭിയിൽ ശ്രദ്ധിച്ച് അവിടെ പ്രാണനെ വിടാം. ഒരു 16, 24 എന്നുള്ള നിലയ്ക്ക് വിടാൻ പറ്റും. ദീർഘമായിട്ട് വലിക്കുക, ദീർഘമായിട്ട് പിടിക്കുക, അതിനേക്കാൾ ദീർഘത്തിൽ സാവധാനം വിടുക. അങ്ങനെ ഒരു മാസം ചെയ്താൽ വയറ്റിലുള്ള എല്ലാ രോഗങ്ങളും മാറും എന്നാണ് പറഞ്ഞത്. ഇനി രണ്ടാമത് പറഞ്ഞ 2 നാസികാരന്ധ്രങ്ങളിലൂടെയും വായു ഉള്ളിലേക്ക് ആകർഷിച്ച് 2 കണ്ണുകളിലും നിരോധിച്ചാൽ നേത്രരോഗങ്ങളെല്ലാം ശമിക്കും. മുക്കിൽ കൂടെ തന്നെ വലിക്കാനാണ് പറഞ്ഞത്. എന്നിട്ട് 2 കണ്ണുകളിലും നിരോധിക്കണം. 2 കണ്ണുകളിലെ ഗോളങ്ങൾ, അതിൻ്റെ ഉള്ളിലുള്ള ലെൻസ്, കാണാനുള്ള കഴിവ്, നിറങ്ങൾ കാണാനുള്ള കഴിവ്, അതുപോലെ നാഡികൾ, ഞരമ്പുകൾ, രക്തക്കൊഴലുകൾ, അത് തലച്ചോറിലേക്ക് ചെല്ലുന്ന ഭാഗം, ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് ആണ് അവിടെ കുംഭകം ചെയ്യേണ്ടത്. ഓരോരോ കണ്ണിലായിട്ട് ചെയ്യണം. അപ്പോൾ കണ്ണിൻ്റെ രോഗങ്ങളൊക്കെ മാറും. ധാരാളം ഓക്സിജൻ കണ്ണിലേക്ക് വരുന്നുണ്ട്. സാവധാനം വിടാവൂ. കണ്ണിലേക്ക് ഒരു 16 സെക്കൻഡ് കൊണ്ട് പിടിക്കുകയും ഒരു 16 സെക്കൻഡ് സാവധാനം പിടിക്കുകയും. ശ്വാസം പിടിക്കണമെങ്കിലും കണ്ണിലേക്ക് ഇങ്ങനെ പ്രഷർ കയറ്റരുത്. എന്നിട്ട് സാവധാനം 24 സെക്കൻഡ് കൊണ്ട് കണ്ണിലേക്ക് ഇങ്ങനെ വിടാം. കുംഭകം എപ്പോഴും കണ്ണിലല്ല പിടിക്കേണ്ടത്, ശ്രദ്ധ കണ്ണിലായിരിക്കണം. ശ്വാസം നെഞ്ചിൽ പിടിച്ച് കണ്ണിലേക്ക് ശ്രദ്ധിക്കാം. എന്നിട്ട് സാവധാനം കണ്ണിലേക്ക് വിടാം. അത് അനുവദീയമായിട്ടുള്ളൊരു അവസ്ഥകളിൽ മാത്രമേ ചെയ്യാവൂ. കണ്ണിലധികം പ്രഷറുള്ള ആൾക്കാർ വളരെ സാവധാനം കുറച്ച് സമയം പിടിക്കാവൂ, കൂടുതൽ സമയം കൊണ്ട് വിടണം. 16 സെക്കൻഡ് കൊണ്ട് വലിച്ച് 16 സെക്കൻഡ് പിടിക്കുക. ഒരു 24, 32 സെക്കൻഡ് കൊണ്ട് സാവധാനം കണ്ണിൻ്റെ ഉള്ളിലേക്ക് വിടുക. അപ്പോൾ അവിടുത്തെ നാഡികൾക്കും രക്തക്കൊഴലുകൾക്കൊന്നും കേടില്ലാത്ത തരത്തിൽ വേണം അത് ചെയ്യാൻ. അങ്ങനെ 2 കണ്ണിലും ചെയ്യാം. അപ്പോൾ കണ്ണിലുള്ള കേടുകൾ മാറും. ഇതേ വിധം തന്നെ ചെവികളിലും നിർത്താം. ചെവികളിൽ പിന്നെ ഈർട്ടം, നാസാപുടം, അതിൽ നിന്ന് പോണ നാഡികൾ, രക്തക്കൊഴലുകൾ, അത് തലച്ചോറിലേക്ക് ചെല്ലുന്ന ഭാഗമൊക്കെ മനസ്സിൽ ശ്രദ്ധിച്ചിട്ട് കുംഭകം ചെയ്ത് സാവധാനം അവിടേക്ക് വിടാം. വളരെ മൃദുലായിട്ടുള്ള നാഡികളും ഞരമ്പുകളാണ് കണ്ണിലും ചെവിയിലുള്ളത്. അതുകൊണ്ട് കുംഭകം പിടിച്ച് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഇത് ശ്വാസം 24 സെക്കൻഡ് കൊണ്ട് 32 സെക്കൻഡ് കൊണ്ട് വിടാൻ പരിശീലിച്ചതിന് ശേഷം മാത്രമേ കണ്ണിലും ചെവിയിലും ഈ വിധ കുംഭക്രിയകൾ ചെയ്യാവൂ. പ്രാണനെ അവിടേക്ക് വിടുകയാണ് ചെയ്യണം. പ്രാണൻ ചെല്ലുമ്പോൾ അതിലൂടെ ആ രോഗങ്ങളൊക്കെ അവിടെ മാറും. ഇതുപോലെ തന്നെ വായു വലിച്ച് ശിരസിൽ നിരോധിച്ചാൽ എല്ലാവിധ ശിരോരോഗങ്ങളും മാറും. അതിൽ പ്രധാനമായിട്ട് ശിരസ് എന്ന് പറഞ്ഞുകൊണ്ട് തലച്ചോറിനെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. കണ്ണ്, മൂക്ക്, ചെവി, അതുപോലെ തന്നെ വായ, പല്ലുകളുടെ കേട്, നാവ്, കുറുനാവ്, കുരക്ക്, ശബ്ദം, ഇങ്ങനെ എല്ലാവിധ കാര്യങ്ങളെയും അതുപോലെ ചിന്തിക്കുക. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ തലച്ചോറിൽ നമ്മൾ സാവധാനം കുംഭകം ചെയ്ത് ഒരു 16 സെക്കൻഡ് കൊണ്ട് പിടിക്കുക, ഒരു 24 സെക്കൻഡ് പിടിക്കുക, വലിക്കുക, പിടിക്കുക, പിന്നെ 48 സെക്കൻഡ് കൊണ്ട് സാവധാനം തലച്ചോറിൻ്റെ എല്ലാ ഭാഗങ്ങളും ശ്രദ്ധിച്ച് അവിടേക്ക് വിടാം. അതുപോലെ തന്നെ ചെവിയിലും അങ്ങനെ ചെയ്യാം. ഓരോ ചെവിയിലും തനിയെ ചെയ്യാം. കണ്ണിലേക്ക് അങ്ങനെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വായ്ക്കുള്ളിൽ പിന്നെ മൂക്കിൻ്റെ ഉള്ളിലും ഓരോരോ പിന്നെ ദ്വാരങ്ങളായിട്ടും, അതുപോലെ തന്നെ വായ്ക്കുള്ളിൽ പല്ലുകളുടെ കടഭാഗം, നുണ്ണ്, അതുപോലെ തന്നെ വശങ്ങൾ, വായ്ക്കുള്ളിലുള്ള വിവിധ വശങ്ങൾ, മുകളിൽ താഴെ വശങ്ങൾ, അതുപോലെ കുറുനാവ്, കുരക്ക്, ശബ്ദം ഉണ്ടാക്കുന്ന സ്ഥലം എല്ലാം ശ്രദ്ധിച്ചിട്ട് അവിടെ വായു നിരോധിക്കുക. ഓരോ തവണ ഓരോരോ സ്ഥലത്ത് തനിയെ ചെയ്യാം.
പിന്നെ മൊത്തത്തിൽ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് പല്ലുകൾക്കുണ്ടാകുന്ന കേട്, അതുപോലെ ശബ്ദത്തിനുണ്ടാകുന്ന കേട്, അതുപോലെ അക്ഷരസ്ഫുടത, കുറുനാവ് ശരിയാവുന്നതോടുകൂടി അക്ഷരസ്ഫുടത, അതുപോലെ തന്നെ മൂക്കിലുള്ള രോഗങ്ങളൊക്കെ മാറാനൊക്കെ ഇത് നല്ലതാണ്. അങ്ങനെ പ്രാണാപാനത്തെ സംബന്ധിച്ച് മൂന്നാമത്തെ ഇതും അവസാനിപ്പിക്കുക.